കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ല അഭിമാന ഉൽപ്പന്നമായി ചക്ക തെരഞ്ഞെടുത്തിട്ട് 4 വർഷമായിട്ടും നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇത്തവണയും ചക്കകൾ പറമ്പുകളിൽ പഴുത്തുവീണ് നശിച്ചു പോകുന്നതായി വീട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. ഡ്രീം ഫ്ലവർ IVF സെന്റർ കേരളത്തിലാദ്യമായി AI എംബ്രിയോസ്കോപ്പി സാങ്കേതികവിദ്യയിലൂടെ വന്ധ്യതാ ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിച്ച 14 വർഷത്തെ പാരമ്പര്യം, 10,000-ലധികം പുഞ്ചിരികൾക്ക് സാക്ഷ്യം വഹിച്ച മികവ്. ഇപ്പോൾ വെറും 60+ മെഡിസിൻ IVF പാക്കേജ് ഡ്രീം ഫ്ലവറിൽ മാത്രം. ഡ്രീം ഫ്ലവർ IVF സെന്റർ, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കാസർഗോഡ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നുണ്ടാക്കിയെങ്കിലും അത് വിൽക്കാൻ ഇടമില്ലാതെ പോയതാണ് കഴിഞ്ഞ വർഷം പലർക്കും തിരിച്ചടിയായതെന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തിൽ നിന്നുപോലും സീസണിൽ ചക്ക വാങ്ങാനായി കാസർഗോഡ് ജില്ലയിലേക്ക് ആൾക്കാർ വരുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം അതും ഉണ്ടായില്ല. വീട്ടുകാർ പറിച്ചെടുത്ത് തെരുവോരങ്ങളിൽ വിൽപ്പനയ്ക്കെത്തിച്ചുവെങ്കിലും അതും ഫലവത്തായില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ചക്ക വിഭവങ്ങൾ ഒരുക്കി വിവിധ ഇടങ്ങളിൽ മഹോത്സവങ്ങൾ നടത്തിയതല്ലാതെ ചക്കയുടെ സംരക്ഷണത്തിനും സംഭരിക്കലിനും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം നടപടിയെടുത്തില്ലെന്നും ആക്ഷേപവുമുണ്ട്. പച്ചച്ചക്കയിൽ നിന്ന് തന്നെ ചക്ക പൗഡർ, ചക്ക ചിപ്സ്, ചക്ക ഐസ്ക്രീം, ചക്ക ജാം തുടങ്ങിയ ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് സംഭരിച്ച് വിപണിയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജില്ലയിലെ വ്യാവസായിക വളർച്ചയ്ക്കും സഹായകമാകുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നാട്ടിലും വിദേശ രാജ്യങ്ങളിലും നല്ല ഡിമാൻഡുള്ള ചക്കയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വ്യാവസായിക അടിസ്ഥാനത്തിലും അല്ലാതെയും വിപണിയിലെത്തിക്കാനും സർക്കാർ ഏജൻസികൾ മുൻകൈയെടുത്തില്ലെങ്കിൽ ഈ ചക്ക സീസണും ഫലം കാണാതെ വീണടിഞ്ഞ് നശിക്കുമെന്നുറപ്പ്. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.